താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അൻവർ സാദത്ത് MLA-യുടെ അമ്മക്കിളിക്കൂട് കാരുണ്യഭവന പദ്ധതിയിൽ 60ാമത് വീടിന്റെ താക്കോൽ കൈമാറ്റം നടൻ ആസിഫ് അലി നിർവഹിച്ചു. ചോർണിക്കര പഞ്ചായത്ത് 11ാം വാർഡ് കുന്നത്തേരിയിൽ ശാന്ത ഉണ്ണികൃഷ്ണനും മകനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. നിർധന വിധവകൾക്കായി അൻവർ സാദത്ത് MLA ആരംഭിച്ച അമ്മക്കിളിക്കൂട് കാരുണ്യഭവനം പദ്ധതിയിൽ ഇതിനകം കൈമാറിയത് 60 വീടുകൾ. ചോർണിക്കര പഞ്ചായത്തിലെ കുന്നത്തേരി സ്വദേശിനി ശാന്ത ഉണ്ണികൃഷ്ണന് 60ാം വീടിന്റെ താക്കോൽ നടൻ ആസിഫ് അലി കൈമാറി. അമ്മക്കിളിക്കൂടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചനക്കാരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു MLA-യുടെ ഇനിഷ്യേറ്റീവിൽ വീട് വെച്ച് കൊടുക്കുന്ന ഒരു ഭവന പദ്ധതി ആദ്യത്തെ ഇനിഷ്യേറ്റീവായിട്ട് വരുന്നത് ഇദ്ദേഹമാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതലുള്ള പരിചയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്ക് അൻവർക്കാടുള്ള ഏറ്റവും വലിയ ഇഷ്ടവും ബഹുമാനവും ആളുകളെ മനസ്സിലാക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ്. അതിന് ഇത്രയും അടുത്ത ബന്ധം ഉണ്ടെങ്കിലും പല സമയത്ത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നാട്ടിലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കാര്യം പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാവുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇദ്ദേഹം പ്രിയങ്കരനായെന്ന് പറയാം. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് നമുക്ക് കൃത്യമായ ഒരു ഷെൽട്ടർ ഉണ്ടാവുക എന്നുള്ളത്. അത് നമ്മൾ കൂട്ടിയാൽ കൂടില്ല. പല സമയത്തും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ഒരു വീട് എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു ബാക്കപ്പ് കൊടുക്കാനാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമ്മക്കിളിക്കൂട് തുടങ്ങിയതെന്നും. അൻവർ സാദത്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ചോർണിക്കര, വൈസ് പ്രസിഡന്റ് ഷീല ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ KK ശിവാനന്ദൻ, മുൻ പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ജമാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫീഖ് എന്നിവർ പ്രസംഗിച്ചു. 2017 നെടുമ്പാശ്ശേരിയിലാണ് പദ്ധതിയിലെ ആദ്യ വീട് നിർമ്മിച്ചത്. 510 ചതുരശ്ര അടിയുള്ള വീടുകളാണ് എല്ലാം. 7.75 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ചെലവ്. സിനിമയിൽ വന്ന കാലം മുതലും അറിയാവുന്ന ഒരാളാണ് അൻവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ പല സമയങ്ങളിലായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അമ്മക്കിളിക്കൂട് എന്ന് പറഞ്ഞ ഈ ഭവന പദ്ധതി ഭയങ്കര എന്താ പറയാ, ഒരു MLA-യുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഭവന പദ്ധതിയാണ്. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അൻവർക്കാണ്. അമ്മക്കിളിക്കൂട് എന്ന പേര്, ഇതിനും മികച്ചൊരു പേര് ഇതിനുണ്ടോന്ന് പോലും എനിക്കറിയില്ല. 60ഓളം വീടുകൾ ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് 60ാമത്തെ വീടിന്റെ താക്കോൽദാനമായിരുന്നു. അർഹതയുള്ള കൈകളിലേക്ക്, അർഹതയുള്ളവർക്ക് ഇങ്ങനെ ഒരു സൗകര്യം നമ്മുടെ MLA-യുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതിലൂടെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെടാനും ഇതിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അൻവർക്കാട് എല്ലാ കാര്യങ്ങൾക്കും വളരെ ശക്തമായി കൂടെ ഉണ്ടാവും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.